ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 135 തുടങ്ങി 140 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വിഷയം ഭാര്യമാർക്കിടയിൽ പാലിക്കേണ്ട നീതിനെ കുറിച്ചിട്ടായിരുന്നു. പിന്നെ അവസാനം അള്ളാഹു പറഞ്ഞു, അള്ളാഹു നമുക്ക് നൽകണ ഒരു വസിയത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. നമ്മളോട് മാത്രമല്ല, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും കൊടുത്ത വസിയത്ത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. ഇനി ആരെങ്കിലും അള്ളാഹുവിനെ വിശ്വസിച്ചാൽ അല്ലെങ്കിൽ കളവാക്കിയാൽ എന്താ അള്ളാഹ്ക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. ആകാശഭൂമികളും ഉള്ളത് മുഴുവൻ അള്ളാഹുവിൻ്റെതാണെന്നൊക്കെ അള്ളാഹു പറഞ്ഞു തന്നു. അപ്പൊ ഇനി അള്ളാഹു അടുത്തൊരു ഭാഗത്ത് പറയണതും അടുത്തൊരു വസിയത്ത് തന്നെയാണ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയണത്, നിങ്ങൾ നീതി പാലിക്കണം, അല്ലെങ്കിൽ നീതി മുറയനുസരിച്ച് പ്രവർത്തിക്കണം, നിങ്ങൾ അതിന് സാക്ഷിയാവണം നീതിക്ക്. അതാണ് അള്ളാഹു അടുത്ത ഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ആയത്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. അള്ളാഹുവിടെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയണത്, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ നീതി മുറയനുസരിച്ച് നിലകൊള്ളുവിൻ. അവിടെ നമ്മൾ ഏതൊരു വിഷയം വന്നാലും നമ്മൾ നീതി അനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ നീതിക്ക് സാക്ഷിയാവുകയും വേണം. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷിയാവുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ആ സാക്ഷ്യം നമ്മൾ വഹിക്കുമ്പോൾ അത് നമ്മുടെ സ്വന്തം ദേഹത്തിനെതിരായാലും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാക്ഷ്യമാണ് നമ്മൾ പറയേണ്ടതെങ്കിലും നിങ്ങൾ അവിടെ നീതി അനുസരിച്ചുകൊണ്ട് സാക്ഷികളാവുക എന്ന് പറഞ്ഞു. നമ്മൾ ഒരു സാക്ഷ്യം വഹിക്കുമ്പോൾ അതൊരു ധനികനായ ആൾക്കെതിരെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ദരിദ്രനായ ആൾക്ക് വേണ്ടിയാണ് നമ്മൾ സാക്ഷ്യം പറയേണ്ടതെങ്കിലും നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഈ രണ്ടു കൂട്ടരുമായിട്ടും ഏറ്റവും ബന്ധപ്പെട്ടവൻ അള്ളാഹുവാണ്. കാരണം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും നീതി നടപ്പാക്കാൻ അള്ളാഹുവിന് സാധിക്കും അല്ലെ. അള്ളാഹുവിന്റെ അടുത്ത് ഇവർ രണ്ടുപേരും തുല്യരാണ്. നമ്മളിപ്പോ ഒരു ധനികനായ ഒരാൾക്കെതിരെയാണ് സാക്ഷ്യം പറയേണ്ടി വരണതെങ്കിൽ, അവിടെ നീതി അയാൾക്കെതിരെയാണെങ്കിൽ നമ്മൾ അയാൾക്കെതിരെ തന്നെ സാക്ഷ്യം പറയണം. നമ്മൾ അവിടെ പേടിക്കാൻ പാടില്ല. അയാൾ ഈ ഇത്രയും വലിയ ആൾക്കെതിരെ നമ്മൾ എങ്ങനെയാണ് സാക്ഷ്യം പറയാ? ഇനിയിപ്പോ ഞാൻ ആ സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് അത് എന്റെ ജീവൻ ആപത്താവോ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുവോ, എന്റെ സ്വത്തിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ എന്നൊന്നും പേടിച്ച് നിങ്ങൾ അവിടെ നിൽക്കാൻ പാടില്ല. ഇനി ഒരു ദരിദ്രനായ അയാളാണ് തെറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോഴും പക്ഷെ നമ്മൾ വിചാരിക്കണം, ധനികനായ ആൾക്ക് നീതി കിട്ടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ കുറെ സ്വത്തുണ്ടല്ലോ, ഇനിയിപ്പോ അയാൾക്ക് കുറച്ച് നഷ്ടം വന്നാലും കുഴപ്പമില്ല, ഇയാളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അത് ചെയ്യാൻ പാടില്ല. ഒരാള് ദരിദ്രനോ ഒരാൾ ധനികനോ എന്ത് തന്നെ ആയാലും ആരുടെ ഭാഗത്താണോ നീതിയെങ്കിൽ നമ്മൾ അവിടെ നീതി അനുസരിച്ചായിരിക്കണം നിലകൊള്ളേണ്ടത് എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ നീതി പാലിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അവിടെ പ്രാധാന്യം നൽകരുത്. ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച്, ഇപ്പൊ എനിക്കിഷ്ടമുള്ള ഒരാളുടെ ഭാഗത്താണ് തെറ്റ്, പക്ഷെ ഞാനാണോ വിധി പറയണമെങ്കിൽ ഒരിക്കലും എൻ്റെ ആഗ്രഹം എനിക്കിഷ്ടമുള്ള ആൾക്ക് എന്താ ഫേവറായിട്ട് ചെയ്യാനായിരിക്കും മനസ്സിന് ആഗ്രഹം വരിക. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നീതി അനുസരിച്ചായിരിക്കണം അവിടെയും പ്രവർത്തിക്കേണ്ടതെന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇനി നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു വിധിയെ അല്ലെങ്കിൽ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യണം. നമുക്കറിയാം സത്യം ഇന്ന ആളുടെ ഭാഗത്താണെന്നറിയാം, പക്ഷെ ഞാൻ അവിടെ പോയി സാക്ഷ്യം പറഞ്ഞ പുലിവാല് ഇതിന്റെ ബാക്കി നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നോർത്തിട്ട് നമ്മൾ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നോർത്തിട്ട് ആ ഒരു വിഷയത്തെ അവഗണിക്കാനോ പാടില്ല. അല്ലെങ്കിൽ അല്ല, വേറെ രീതിയിൽ വളച്ചൊടിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊരു
വിധി എത്തിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയോ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ കൂടുതലും അനന്തരാവകാശ സ്വത്ത് വീതിക്കണ സമയത്തൊക്കെ ഉണ്ടാവൂലേ, നമുക്ക് ആഗ്രഹിച്ച ഒരു ഭാഗം ഉണ്ടായിരിക്കും. ആ ഭാഗം നമുക്ക് കിട്ടാൻ വേണ്ടി പല തരത്തിലും വളച്ചൊടിച്ച് അതിനെ നമ്മളുടെ ഇഷ്ടത്തിലേക്ക് എത്തിച്ചെടുക്കണ ഒരു രീതിയിലോട്ടൊക്കെ ആളുകൾ പെരുമാറാറുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ ബാധകാണ്. നമുക്ക് ആയത്തൊന്ന് നോക്കാം. യാ യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, കൂനു നിങ്ങളാവുകിൻ, കൗവാമീൻ, കാമ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാണ് അല്ലെ, നിലകൊള്ളുക, എണീറ്റ് നിൽക്കുക എന്നൊക്കെ പറയും. അതായത് ശരിയായ രീതിയിൽ നിങ്ങൾ നിലകൊള്ളുക. ബിൽ ഖിസ്ത്, ഖിസ്ത് എന്ന് വെച്ചാൽ നീതിയാണ്. അപ്പൊ നീതി അനുസരിച്ച് നിങ്ങൾ നിലകൊള്ളുക. ഷുഹദ അലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി സാക്ഷിയായിക്കൊണ്ട്. നമ്മളിവിടെ സാക്ഷ്യം പറയണ ആരുടെ മുമ്പിലാണ്? അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു സത്യവിശ്വാസി ഏതൊരു വിഷയത്തിലും സാക്ഷ്യം പറയേണ്ടത്. ഇനി ആ സാക്ഷ്യം പറയുമ്പോൾ വലൗ അല അൻഫുസിക്കും, അത് നമ്മളുടെ ദേഹത്തിനെതിരാണ്, സ്വന്തം ദേഹത്തിനെതിരാണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്വത്തിനോ അല്ലെങ്കിൽ നമ്മൾക്ക് ആഗ്രഹത്തിനോ ഒക്കെ എതിരാണ് ആ സാക്ഷ്യമെങ്കിൽ കൂടിയും നിങ്ങൾ നീതി അനുസരിച്ച് അവിടെ നിലകൊള്ളണം എന്നാണ് അള്ളാഹു പറയുന്നത്. അവിൽ വാലിദൈൻ, അല്ല ഞാൻ ഇങ്ങനെ ഒരു വിധി പറഞ്ഞ ഇതെന്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും തരത്തില് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഓർത്തിട്ട് നമ്മൾ അവിടെ ഒരിക്കലും അനീതി ചെയ്യാൻ പാടില്ല. വൽ അക്രബീൻ, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക്. അപ്പൊ ഇത് ഈ ഒരു സാക്ഷ്യം നിൽക്കുന്നത് കൊണ്ട് എനിക്ക് സ്വന്തത്തിനോ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ അടുത്ത ബന്ധുക്കൾക്കോ എതിരായിരുന്നാലും നിങ്ങൾ അവിടെ നീതിമുറ അനുസരിച്ച് നിലകൊള്ളുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇനി ഇൻ, എങ്കിൽ, യക്കുൻ, അവൻ ആയി. ഈ നമ്മൾ സാക്ഷ്യം പറയണ ആള് അല്ലെങ്കിൽ സാക്ഷ്യം പറയുന്നത് ആർക്കെതിരെയാണോ അയാള് ഖനിയൻ, അയാള് ധനികനാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫക്കീറൻ, അല്ലെങ്കിൽ അയാൾ ഒരു ദരിദ്രനാണ്, എന്നാലും നമ്മൾ ഈ നീതി അനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഫല്ലാഹു ഔലാ ബിഹിമ, ഈ രണ്ടാളുമായും ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ആർക്കാണ്? അള്ളാഹുവിനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ദരിദ്രനെന്നോ ധനികനെന്നോ ഒന്നും വ്യത്യാസമില്ല. രണ്ടുപേർക്കും അള്ളാഹുവിന്റെ അടുത്ത് തുല്യനാണ് രണ്ടുപേരും, അല്ലെ, അള്ളാഹുവിന്റെ അടിമകളാണ്. ഫലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്. ഇത്തബ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാണ്, പിൻപറ്റി, അല്ലെ. അപ്പൊ ഫലാ തത്തബിഉ, എന്നാൽ നിങ്ങൾ പിൻപറ്റരുത്, അൽ ഹവ, നിങ്ങളുടെ ഇച്ഛകളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്, അൻ തഅദിലു, നിങ്ങൾ നീതി പാലിക്കുന്നതിന് വിഘ്നമായി അല്ലെങ്കിൽ അതിനെതിരെയായി നീതി നടപ്പാക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഇൻ തല്ലു, തല്ലു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വളച്ചു തിരിക്കുന്ന പക്ഷം, നമ്മൾ ഏതൊരു കാര്യത്തിനെയും അതിന്റെ നീതിക്ക് എതിരെ ഒരു വിധി കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിധി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വിഷയത്തെ വളച്ചു തിരിച്ച് കളയരുത്. അല്ലെങ്കിൽ തൊഴിലോ, നിങ്ങൾ അവഗണിക്കുക. ഈ ഒരു വിഷയത്തിന് എനിക്ക് അറിയാം സത്യം ഇന്നതാണെന്ന്, ആരോ രണ്ടുപേര് തമ്മിലുള്ള ഒരു പ്രശ്നം, എനിക്കറിയാം സത്യം ഇന്നതാണ്, ഞാൻ അവിടെ സാക്ഷ്യം പറയേണ്ട ഒരാളാണ്, പക്ഷെ ഞാൻ ആ സാക്ഷ്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോണില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. തൊഴിലു, അല്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കുകയോ ചെയ്യാൻ പാടില്ല. ഫഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അള്ളാഹു കാന ആകുന്നു ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ സൂക്ഷ്മമായി അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. ഇവിടെ പലപ്പോഴും നമ്മൾ ചിലപ്പോ ഒരു അനീതി കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അനീതിക്ക് വേണ്ടി നമ്മൾ സാക്ഷ്യം പറയാൻ ചിലപ്പോൾ നമ്മൾ പോകണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഒരു സത്യമായ ഒരു കാര്യത്തിന് നമ്മൾ സാക്ഷ്യം പറയാണ്ട് അവിടെ നിന്ന് മാറിക്കളയലൊക്കെ സ്വാഭാവികമായും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ ഒരു സത്യം പറയേണ്ട സമയത്ത് പറയാതെ മറച്ചു വെക്കണതും അവിടെ അനീതിയാണെന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരണത്. ഇതിനെ സംബന്ധിച്ചൊരു ഹദീസ് പറയുന്നുണ്ട്, ആവശ്യത്തിന് മുമ്പ് തന്നെ സാക്ഷ്യം നിറവേറ്റുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഉത്തമൻ. ഒരു വിധി നടപ്പാക്കണ സമയത്ത് ഒരാൾ വന്ന് ആവശ്യപ്പെടാണ് നമ്മളോട്, നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ, നിങ്ങളൊന്ന് സാക്ഷ്യം പറയൂ എന്ന് ചോദിക്കണേല് മുമ്പ് തന്നെ ഈ ഒരു വിഷയം അറിഞ്ഞ് ഞാൻ അതിന് സാക്ഷിയാണെന്ന് പറയുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഏറ്റവും ഉത്തമെന്ന്. അപ്പൊ നമ്മൾ അവിടെ ഒരു സാക്ഷ്യം മറച്ചു വെക്കലും അനീതിയാണ് കാണിക്കണത് എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അടുത്ത ആയത്തില് അള്ളാഹു വീണ്ടും സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് തന്നെയാണ് പറയണത്. നമുക്ക് ആയത്തും നോക്കാം. يا أيها الذين آمنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل
ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. യാ യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ. ആരിലാണ് വിശ്വസിക്കേണ്ടത്? ബില്ലാഹി അള്ളാഹുയിലും, വ റസൂലിഹി അവന്റെ റസൂലിലും, വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി അവന്റെ റസൂലിന്റെ മേൽ അവതരിച്ച വേദഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. പിന്നെ പറയാണ് വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ ഇതിനു മുൻപ് അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. അപ്പൊ ഇത് സത്യവിശ്വാസികളെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നാം ഇതിലൊക്കെ വിശ്വസിച്ച ആളുകളെയാണ് സത്യവിശ്വാസികൾ എന്ന് പറയണത്, അല്ലെ? അള്ളാഹു എന്നിട്ട് പിന്നെയും എന്തുകൊണ്ട് സത്യവിശ്വാസികളെ വിളിച്ച് വിശ്വസിക്കാൻ പറയുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ മനസ്സിലാവണ ഒരു കാര്യം, സത്യവിശ്വാസികൾ എന്ന് അള്ളാഹുവോട് വിളിക്കണതിൽ ആരൊക്കെയുണ്ട്? കപട വിശ്വാസികളുണ്ട്, വിശ്വാസം ശരിയായി ഉറക്കാത്ത ആളുകളുണ്ട്, ദൃഢവിശ്വാസികളുണ്ട്. അപ്പൊ ഈ മൂന്ന് കൂട്ടരും പെടുന്ന ഒരു സമൂഹമാണ് വിശ്വാസികൾ, അല്ലെ? നമ്മൾ സത്യവിശ്വാസികൾ എന്ന് പറയുമ്പോൾ അതിൽ കപട വിശ്വാസികൾ ഉണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷെ ആ കപട വിശ്വാസികളെ അള്ളാഹുവോട് വേർതിരിച്ച് ഒരിക്കലും പറയണില്ല. എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് പറയാണ് നിങ്ങളുടെ വിശ്വാസം ഒന്നും കൂടി നിങ്ങൾ ദൃഢമാക്കൂ. എന്തിലൊക്കെയാണ്? അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കണം, ഈ പ്രവാചകനെ അവതരിപ്പിച്ച വേദഗ്രന്ഥം. അപ്പൊ ഇവിടെ വിശ്വസിക്കാൻ പറഞ്ഞ പ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അല്ലെ? പിന്നെ പ്രവാചകനെ അവതരിച്ച വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഈ ഖുർആനാണ്. അത് മാത്രല്ല ഇതിനു മുമ്പ് അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് അള്ളാഹു പറയണത്. ഇനി ആരെങ്കിലും അവിശ്വസിച്ചാൽ, വമൻ യക്ഫുർ ആരെങ്കിലും അവിശ്വസിച്ചാൽ, ബില്ലാഹി അള്ളാഹുവിലും, വമലായികതിഹി അവന്റെ മലക്കുകളിലും, വകുതുബിഹി അവന്റെ ഗ്രന്ഥങ്ങളിലും, കിതാബിന്റെ ജംആണ്, പ്ലൂരലാണ് കുത്തുബ്. അപ്പൊ ഇതിനു മുമ്പ് അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളും അതിൽ പെട്ടു, അല്ലെ? വകുതുബിഹി വറുസുലിഹി അവന്റെ എല്ലാ റസൂലുകളിലും, അള്ളാഹുവിന്റെ എല്ലാ പ്രവാചകന്മാരിലും നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ, വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും, ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ, ഫഖദ് തീർച്ചയായും, വല്ല വലാലൻ ബഈദ വല്ല എന്ന് വെച്ചാൽ എന്താണ്? അവൻ വഴിപിഴച്ചു, വലാലൻ ഒരു വഴിപിഴവ്, ബഈദ വിദൂരമായ, അതായത് തിരിച്ചു വരാൻ പറ്റാത്ത, നേരായ മാർഗത്തിലേക്ക് വരാൻ പറ്റാത്തത്ര വിദൂരമായ ഒരു വഴിപിഴവിലേക്കാണ് അയാൾ പോയിരിക്കണേ എന്നാണ് അള്ളാഹു പറയണത്. അള്ളാഹു ഇവിടെ ഈമാൻ കാര്യങ്ങളൊന്നും കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെ? അള്ളാഹുവിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, അല്ലെ? ഇതൊക്കെ ഇല്ലാത്ത, ഇതിലേതെങ്കിലും ഒരു വിഷയത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരാള് വഴിപിഴച്ചു പോയി എന്നാണ് അള്ളാഹു പറയണത്. ഇവിടെ അള്ളാഹു സത്യവിശ്വാസികളെ ആദ്യം വിളിച്ചു പറഞ്ഞു നിങ്ങൾ നീതി അനുസരിച്ച് നിലകൊള്ളണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയാണ് പിന്നെയും സത്യവിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞു, അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കണം എന്ന്. അപ്പൊ ചിലവർക്ക് ഇവിടെ നീതി പാലിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവാം, പക്ഷെ അത് പ്രവർത്തനത്തിൽ വരുത്താൻ ചിലപ്പോൾ പറ്റുണ്ടാവില്ല. അത് നമ്മുടെ ഒരു കുടുംബക്കാരനെതിരെയോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തത്തിന് തന്നെ എതിരെയോ ഒക്കെ വരുമ്പോൾ അവിടെ നീതി നടപ്പാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയിട്ടും ചിലപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അവിടെയാണ് അള്ളാഹു അവിടെ ഒന്നും കൂടി നമ്മളെ ഉറപ്പിക്കുന്നത്, നിങ്ങൾ ആമനു ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവിടെ കൃത്യമായിട്ടും നീതി അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം, അല്ലെ? ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, അള്ളാഹു മാതാപിതാക്കളെ സംബന്ധിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള എന്താണ്? അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ അതിനോട് ചേർത്ത് തന്നെയാണ് പറഞ്ഞത് അവിൽ വാലിദൈൻ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി കാണിക്കണം എന്നല്ലേ? അള്ളാഹു കഴിഞ്ഞ അടുത്ത സ്ഥാനം അള്ളാഹു മാതാപിതാക്കൾക്കാണ് തന്നിരിക്കുന്നത്. ആ മാതാപിതാക്കൾ തെറ്റ് ചെയ്താൽ വരെ നമ്മൾ അവിടെ നീതി അനുസരിച്ച് നിലകൊള്ളണം എന്നാണ് അള്ളാഹുവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ കുടുംബക്കാർക്കെതിരെ, മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒക്കെ എതിരെ സാക്ഷ്യം പറയാനായിട്ട് നമ്മൾ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആർക്കെതിരെ ആണെങ്കിലും, അഥവാ നമ്മുടെ സ്വന്തത്തിന് തന്നെ എതിരെയാണെങ്കിലും നമ്മൾ അവിടെ നീതി അനുസരിച്ച് നിലകൊള്ളണം എന്ന് അള്ളാഹു പിന്നെയും പിന്നെയും ഉറപ്പിച്ച് തന്നെ പറയാണല്ലേ? ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവണത്? വിദൂരമായൊരു വഴിപിഴയിലോട്ടാണ് നമ്മൾ ഈ ഇരിക്കണ മരം മുറിക്കുക എന്നുള്ളൊരു അവസ്ഥ തന്നെ. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായതും എല്ലാവരും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടമായ ഒരു ആയത്താണിതല്ലേ? പല കോടതി വിധികളും നമ്മൾ കാണാറുണ്ട്. സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അധികാരം കയ്യിലുള്ള ആളുകൾക്ക് എതിരെ സാക്ഷ്യം പറയാൻ പലർക്കും മടിയാണ്, പേടിയാണ്, അല്ലെ? അപ്പോൾ അതൊക്കെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവരുത്. അത് ഒരു ധനികനാവട്ടെ അല്ലെങ്കിൽ ഒരു ദരിദ്രനാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധു ആവട്ടെ, ആരാണെങ്കിലും നിങ്ങൾ സത്യത്തിന് തന്നെ
ഉറച്ചു നിൽക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ഭാഗം അള്ളാഹു കപട വിശ്വാസികളെ കുറിച്ച് പറയാണ്. ഈ കപട വിശ്വാസികളുടെ സ്വഭാവം എന്താണ്? അവർക്കൊരു നേട്ടം കിട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ വേഗം സത്യവിശ്വാസികളുടെ കൂടെ കൂടും. ഞങ്ങള് സത്യവിശ്വാസികളാണെന്നുള്ള രീതിയിൽ ചമഞ്ഞ് അവിടെ നിൽക്കും. ഇനിയല്ല, അവർക്ക് നേട്ടം കിട്ടണത് ഒരു അവിശ്വാസികളുടെ കൂടെ ചേർന്നാലാണെങ്കിൽ അപ്പൊ അവർ അങ്ങോട്ട് മാറും. ഈ അങ്ങടും ഇങ്ങടും മാറി കളിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് അള്ളാഹു അടുത്ത ഭാഗത്ത് പറയണത്. ഇന്നല്ലദീന ആമനു, നിശ്ചയമായും യാതൊരു കൂട്ടർ അവർ വിശ്വസിച്ചു. സുമ്മ, പിന്നീട് കഫറു, പിന്നെ അവർ അവിശ്വസിച്ചു. കാരണം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാലാണ് നേട്ടം കിട്ടുക. അപ്പൊ അവര് അവിശ്വാസികളുടെ കൂടെ പോയി. സുമ്മ, പിന്നീട് എന്ത് ചെയ്തു? ആമിനു, അവർ വീണ്ടും വിശ്വസിച്ചു. വീണ്ടും അവർ സത്യവിശ്വാസികളുടെ കൂടെ വന്നു. സുമ്മ കഫറു, പിന്നെ അവർ വീണ്ടും അവിശ്വസിച്ചു. സുമ്മസ്ദാദു കുഫ്ര, പിന്നെ അവരുടെ ആ വിശ്വാസത്തിൽ അവരങ്ങോട്ട് വർദ്ധിച്ചു. അവരുടെ അവിശ്വാസം അവരിൽ വർദ്ധിച്ചു. ലം യകുനില്ല, അവിടെ അള്ളാഹു ഉണ്ടായിരിക്കേയില്ല. ലിയഗ്ഫിറ ലഹും, അവർക്ക് പുറത്തു കൊടുക്കാൻ. അപ്പൊ അള്ളാഹു അവർക്ക് അവിടെ പുറത്തു കൊടുക്കൂല. വലാ ലിയഹ്ദിയഹും, അവരെ നേർമാർഗത്തിലാക്കുകയുമില്ല. സബീല, അവരുടെ വഴി. അപ്പൊ ഇങ്ങനെ തരത്തിനൊത്ത് വിശ്വസിക്കുകയും അവിശ്വാസികളുടെ കൂടെ ചേരുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കൂല എന്നാണ് അള്ളാഹു പറയണത്. ഇപ്പൊ ഒരു യുദ്ധം നടക്കുകയാണ്. സത്യവിശ്വാസികൾക്കാണ് നേട്ടം കിട്ടിയെങ്കിൽ അവർ വേഗം വരും, സത്യവിശ്വാസികളുടെ കൂടെ വരും. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെയാണ് ട്ടാ, ഞങ്ങൾ നിങ്ങളുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു വരും. ഇതിന്ന് അവർക്ക് എന്തെങ്കിലും നേട്ടമൊക്കെ കിട്ടാനായിട്ട്. ഇനിയല്ല, ഇപ്പൊ ഒരു യുദ്ധത്തില് അവിശ്വാസികൾക്കാണ് നേട്ടം ഉണ്ടായത്, അവർക്കാണ് വിജയം ഉണ്ടായെങ്കിൽ അവരെന്തു പറയും? അവിശ്വാസികളുടെ കൂടെ പോയിട്ട് പറയും, ഞങ്ങൾക്ക് സത്യവിശ്വാസികളുടെ കൂടെ ഞങ്ങൾ ചേർന്നെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ അവരുടെ കൂടെ പോയില്ല. ഉഹുദ് യുദ്ധത്തിൽ നമ്മൾ കണ്ടു അല്ലേ, സത്യവിശ്വാസികളുടെ കൂടെ പോയിട്ട് ഒരു വിഭാഗം ആളുകൾ അവിടുന്ന് കപട വിശ്വാസികൾ മടങ്ങിപ്പോന്നു യുദ്ധം ചെയ്യാണ്ട്. എന്നിട്ട് വിശ്വാസികൾക്കാണ് നേട്ടം ഉണ്ടായത്. അപ്പൊ ഇവരെന്താ പറയണ? ഞങ്ങളിപ്പോ സത്യവിശ്വാസികളുടെ കൂടെ ചേർന്ന് യുദ്ധത്തിന് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളിപ്പോ തോറ്റു പോയാനേത്. അപ്പൊ ഞങ്ങള് അവിടെ നിങ്ങളെ സഹായിച്ചതാണ് സത്യവിശ്വാസികളുടെ കൂടെ ചേരാണ്ട് എന്ന് പറഞ്ഞ് അപ്പോഴും ആ നേട്ടത്തിൽ നിന്നും ഇവർക്ക് കിട്ടണം. അങ്ങനെ തരത്തിനൊത്ത് മാറിക്കളിക്കുന്ന ആളുകൾ, അവർക്ക് ഒരിക്കലും അള്ളാഹു പുറത്തു തരൂല. അവരൊരിക്കലും അള്ളാഹു നേരായ മാർഗത്തിലാക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത ഭാഗത്ത് അള്ളാഹു പറഞ്ഞു, ബഷിരിൽ മുനാഫിഖീന. ബഷറാൻ ചെന്നാണ് സന്തോഷ വാർത്ത അറിയിക്കുക. ഈ കപട വിശ്വാസികൾക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. ബി അന്നലഹും, അവർക്കുണ്ടെന്ന് അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷയാണ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അള്ളാഹു. അപ്പൊ കപട വിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത അവരെ അറിയിച്ചു കൊള്ളാനാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. അടുത്ത ആയത്തും അള്ളാഹു ഈ കപട വിശ്വാസികളെ കുറിച്ച് തന്നെ പറയാണ്. ആയത്ത് നമുക്ക് നോക്കാം. الذين يتخذون الكافرين أولياء من دون المؤمنين أيبتغون عندهم العزة فإن العزة لله جميعا الذين യാതൊരു കൂട്ടർ യത്തഖിദൂന ഇത്തഖദ അവർ സ്വീകരിച്ചു അല്ലെങ്കിൽ പിൻപറ്റി അൽ കാഫിരീന അവിശ്വാസികളെ ഔലിയ മിത്രങ്ങളായി മിൻ ദൂനിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളെ കൂടാതെ. അപ്പൊ യാതൊരു കൂട്ടർ അവര് സത്യവിശ്വാസികളെ അല്ലാണ്ട് അവിശ്വാസികളെയാണ് മിത്രമാക്കുന്നത്. ചിലപ്പോൾ മുസ്ലിം നാമധാരികൾ തന്നെ ആയിരിക്കാം അല്ലെ, പേരിന് അവർ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ അവർക്ക് ആരാണ് കൂടുതൽ മിത്രങ്ങൾ ഉണ്ടാവുക? അവിശ്വാസികളായിരിക്കും. അവർക്ക് ഈ സത്യവിശ്വാസികളോടൊക്കെ ഒരു പുച്ഛായിരിക്കും. കാരണം നോക്കുമ്പോൾ സത്യവിശ്വാസികൾക്ക് ചിലപ്പോൾ അത്ര പ്രതാപം ഉണ്ടായിരിക്കണം എന്നില്ല അവരുടെ കാഴ്ചയിൽ. ഈ അവിശ്വാസികൾ ഭയങ്കര സെറ്റപ്പിലായിരിക്കും, അവര് ഭയങ്കര ഹൈ ലെവൽ ആയിരിക്കും. അപ്പൊ ഇവരെന്താ നോക്കേണ്ടത്? പ്രതാപം അവരെടുത്താണ്. അയബത്തഹൂന, അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ തേടുകയാണോ ഇൻദഹും, അവരുടെ അടുക്കൽ, അതായത് ഈ അവിശ്വാസികളുടെ അടുക്കൽ നിങ്ങൾ തേടുകയാണോ അൽ ഇസ്സത്ത, പ്രതാപം? ഓ, അവരാണ് കുറച്ച് ഹയർ ലെവൽ അല്ലെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡ് ആൾക്കാർ അവരാണെന്ന് നമുക്ക് തോന്നാണ്. അപ്പൊ അള്ളാഹു പറയാണ് ഫഇന്നൽ ഇസ്സത്ത, എന്നാൽ നിശ്ചയമായും പ്രതാപം ലില്ലാഹി, അള്ളാഹുവിനാണ്, ജമീഅ, മുഴുവനായും. നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അവിശ്വാസികളായ ആളുകൾ വളരെ നല്ല രീതിയിൽ നല്ല പ്രതാപത്തിലൊക്കെ ജീവിക്കുന്ന കാണുമ്പോൾ ഇവർക്ക് തോന്നുകയാണ് അവിടെയാണ് പ്രതാപം കൂടുതൽ. അപ്പൊ നമുക്ക് കൂടുതലും ബന്ധുക്കളാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ മിത്രങ്ങളാക്കാൻ പറ്റിയത് അവരാണ് എന്നൊരു തോന്നൽ ഉണ്ടാവണം. അപ്പൊ അങ്ങനത്തെ ആളുകളോടാണ് അള്ളാഹു പറയണത്, എല്ലാ പ്രതാപവും എല്ലാ ഇസ്സത്തും അള്ളാഹുവിനാണ്, നിങ്ങൾ അത് തേടിക്കൊണ്ട് അങ്ങോട്ട് പോവണ്ട, ഇവിടെ ഉള്ളതൊക്കെ താൽക്കാലികം മാത്രമാണെന്നാണ് അള്ളാഹു പറഞ്ഞു തന്നെ അല്ലെ. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു തന്നത്, അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കണ ഒരു സദസ്സിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നാണ് അള്ളാഹു പഠിപ്പിച്ചു തരണത്. നമ്മള് ഇപ്പൊ ഒരു സദസ്സിൽ ഇരിക്കുകയാണ്, അവിടെ അള്ളാഹുവിന്റെ ആയത്തുകളെ അല്ലെങ്കിൽ നമ്മളുടെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളെയൊക്കെ ഇവര്
കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അവരുടെ കൂടെ ഇരിക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ ഒരു സംസാരം നടക്കുന്ന സമയത്ത് അത് മുസ്ലിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്താ കപട വിശ്വാസികളായിരിക്കാം, അവിശ്വാസികളായിരിക്കാം, ഏതൊരു സദസ്സായിരിക്കോട്ടെ, അവിടെ അള്ളാഹുവിന്റെ ആയത്തുകളെ ഇവർ പരിഹസിക്കുകയാണെങ്കിൽ സത്യവിശ്വാസികളെ നിങ്ങൾ അവിടെ ഇരിക്കരുത്. അവര് മറ്റൊരു വർത്തമാനത്തിലേക്ക് മുഴുകുന്നത് വരെ, മറ്റൊരു വിഷയമാണ് അവർ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കൂടെ പോയിരിക്കാം. അല്ലെങ്കിൽ എന്താ, നിങ്ങൾ ആ വർത്താനത്തില് അവരോടൊപ്പം തന്നെ മുഴുകിയിരിക്കുകയാണെങ്കിൽ നിങ്ങളും അവരെ പോലെ തന്നെ ആയിരിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ആയത്ത് നമുക്ക് നോക്കാം. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا. വഖദ് തീർച്ചയായും നസ്സല ഇറക്കിയിട്ടുണ്ട് അലൈക്കും നിങ്ങളുടെ മേൽ ഫിൽ കിതാബി ഈ വേദഗ്രന്ഥത്തിൽ അൻ ഇദാ സമഅതും നിങ്ങൾ കേട്ടാൽ. അപ്പൊ അള്ളാഹു പറഞ്ഞ ഈ വേദഗ്രന്ഥത്തിൽ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ സെയിം ആശയമുള്ള വേറൊരു ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഈ പറയണത്. എന്തെന്നാ അള്ളാഹു അവതരിപ്പിച്ചത്? അൻ ഇദാ സമഅതും നിങ്ങൾ കേട്ടാൽ, ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ ആയത്തുകളെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ എന്നൊക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കാം അല്ലെ. യുക്ഫറു ബിഹ അതിൽ അവിശ്വസിക്കുന്നതായി, വയുസ്തഹ്സഉ ബിഹ എന്നിട്ട് അതിനെ പരിഹസിക്കുകയും ചെയ്യാം. ഇസ്തഹ്സ എന്ന് വെച്ചാൽ പരിഹസിച്ചു എന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ ആയത്തുകളെ അവര് അവിശ്വസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കേട്ടാൽ, ഫലാ തഖ്ഉദു അപ്പോൾ നിങ്ങൾ ഇരിക്കരുത്. ഖഅദാന്ന് ചേരുന്നു എന്നാണ്. അപ്പൊ ഫലാ തഖ്ഉദു നിങ്ങൾ ഇരിക്കരുത്, മഅഹും അവരുടെ കൂടെ, ഹത്ത വരെ, ഏത് വരെ, യഖൂലു അവർ ഏർപ്പെടുന്നത് വരെ, ഫി ഹദീസിൻ ഒരു വർത്തമാനത്തിൽ, ഗൈരിഹി ഇതല്ലാത്ത, അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുന്നതല്ലാത്ത വേറൊരു വർത്തമാനത്തിൽ അവര് പ്രവേശിക്കുന്നത് വരെ നിങ്ങൾ അവിടെ ഇരിക്കരുത്. ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ ഇതമ്മിസ്ലുഹും നിങ്ങൾ അവരെ പോലെ ആവും. അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളും അവരെ പോലെ ആകും എന്നാണ് അള്ളാഹു പറയണത്. ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ജാമിഉൽ മുനാഫിഖീന, ജമാ എന്താ ഒരുമിച്ച് കൂട്ടുക അല്ലെ, അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നവനാണ്, ജാമിആണ്. ആരൊക്കെയാണ് ഒരുമിച്ച് കൂട്ടുന്നത്? അൽ മുനാഫിഖീന കപട വിശ്വാസികളെയും, വൽ കാഫിരീന അവിശ്വാസികളെയും എവിടെ ഒരുമിച്ച് കൂട്ടും? ഫി ജഹന്നമ ജമീഅ ജഹന്നമിൽ, അതായത് നരകത്തിൽ അള്ളാഹു ഇവരെ രണ്ടു കൂട്ടരെയും ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്നാണ് അള്ളാഹു പറയണത്. ഈ ഒരു ആശയം തന്നെ അള്ളാഹു സൂറത്തു അൻആം 68 ആയത്തിൽ പറയുന്നുണ്ട്. സൂറത്തു അൻആം അവതരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് മുമ്പാണ്, മക്കി കാലഘട്ടത്തിലാണ്. അപ്പൊ മക്കി സൂറത്താണ് സൂറത്തു അൻആം. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തു നിസാ മദനി സൂറത്താണ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷം അവതരിച്ച ആയത്തുകളാണ്. അപ്പൊ അള്ളാഹു പറയാണ്, നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു. എന്തെന്നാണ് അവിടെ അള്ളാഹു പറഞ്ഞത്? നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ മുഴുകി കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരെ നീ കണ്ടാൽ അവർ അതല്ലാത്ത വേറൊരു സംസാരത്തിൽ ഏർപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ വേറൊരു വിഷയത്തിൽ മുഴുകുന്നത് വരെ നീ അവരിൽ നിന്നും തിരിഞ്ഞു കളയുക, അവരുടെ കൂടെ ഇരിക്കരുത്. വല്ലപ്പോഴും പിശാച് നിന്നെ മറപ്പിച്ച് കളയുകയാണെങ്കിൽ നിനക്ക് ഓർമ്മ വരണ പക്ഷം നീ അവിടെ നിന്നും ആക്രമികളുടെ അടുത്തൊന്നും മാറിപ്പോവുക, അവരുടെ കൂടെ ഇരിക്കരുത് എന്നാണ് അള്ളാഹു മുമ്പേ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ആയത്ത്. ഈ ആയത്ത് നിലനിൽക്കെ തന്നെ വീണ്ടും സത്യവിശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ പിന്നെയും ഇവരുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ അള്ളാഹു ആക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയണത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ തന്നെ വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ് ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ അവതരിച്ചിട്ടുണ്ട്. എന്താണ്? അൻ ഇദാ സമഅതും നിങ്ങൾ കേട്ടാൽ, ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ കേൾക്കുകയാണ്. എങ്ങനെയാ കേൾക്കണേ? യുക്ഫറു ബിഹ അവരതിൽ അവിശ്വസിക്കുന്നു. പിന്നെന്താണ്? വയുസ്തഹ്സഉ ബിഹ അതിനെ അവര് പരിഹസിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫലാ തഖഉദു മാഹും നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത്. ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി അവര് വേറൊരു വിഷയത്തിൽ മുഴുകുന്നത് വരെ, അല്ലെങ്കിൽ വേറൊരു വർത്തമാനത്തിൽ മുഴുകുന്നത് വരെ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത്. ഇനി അങ്ങനെ നിങ്ങൾ ഇരുന്നാൽ ഇന്നക്കും ഇദം മിസ്ലുഹും നിങ്ങൾ അവരുടെ പോലെ തന്നെയായി മാറും എന്നാണ് അള്ളാഹു പറയണത്. അപ്പൊ ഈ കപട വിശ്വാസികളെയും അവിശ്വാസികളെയൊക്കെ അള്ളാഹു ഒരുമിച്ച് ചേർക്കും എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞു തന്നു.
നമ്മളിപ്പോ ഇങ്ങനെ ഒരു സദസ്സിൽ ഇരിക്കുക എന്നുള്ളതിൽ കൂടുതൽ നമ്മളിപ്പോ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കാം. അല്ലെങ്കിൽ ഒരുപാട് എന്താ ചിലപ്പോ ദീനിനെ പരിഹസിക്കണ വർത്താനങ്ങൾ കേൾക്കാം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ തന്നെ മാറ്റിമറിച്ച് വളച്ചൊടിച്ചുകൊണ്ട് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ അത് കേൾക്കാനായിട്ട് അവിടെ ഇരുന്ന് കൊടുക്കരുത് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. എത്രയോ ആളുകളുണ്ട് നമുക്ക് നേരായ മാർഗത്തിലുള്ളതല്ലാത്ത പല ക്ലാസ്സുകളും കേട്ടിട്ട് ദീനിൽ നിന്നും നേരായ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയിട്ടുള്ള ആളുകളുണ്ട് അല്ലെ. അവരെന്താ പറയണേന്നൊന്ന് കേൾക്കാം. നമുക്കറിയാം അവർ പറഞ്ഞത് ശരിയല്ല, എന്നാലും ഒന്ന് കേൾക്കാന്ന് വിചാരിച്ച് പോയിരുന്നിട്ട് അതിൽ നിന്നും തെറ്റിപ്പോണ ആളുകളുണ്ട്. അപ്പൊ അള്ളാഹു നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങനെ ഒരു വർത്താനം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അവിടെ ഇരിക്കണ്ട, അത് കേൾക്കണ്ട എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. കാരണം പിശാച് എപ്പോഴാണ് മനസ്സിൽ നമുക്ക് നമ്മളെ തെറ്റിച്ച് കളയാന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പോയിന്റ് മതി നമുക്ക് അത് ശരിയാണല്ലോ എന്ന് ആലോചിച്ച് പിന്നീട് നമ്മൾ ഇതിൽ നിന്നും ആ നേരായ പാതയിൽ നിന്നും മാറിപ്പോവാനുള്ള അവസരമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസരം സത്യവിശ്വാസികളെ നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. മനുഷ്യന്റെ കൽബിനെ മാറി മറിയണ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നല്ലേ പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിർത്തിത്തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതെപ്പോ വേണമെങ്കിലും തെറ്റിപ്പോവാം. അപ്പൊ നമ്മൾ ഈ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ കേൾക്കാനോ അങ്ങനെയുള്ള സദസ്സുകളിൽ പോയിരിക്കുകയോ വേണ്ട. കാരണം പലപ്പോഴും വിശ്വാസം മുഴുവനായി ഉറച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇസ്ലാമിന്റെ ചില വിധികൾ കേൾക്കുമ്പോൾ അവരവിടെ പരിഹസിക്കും. ഓ, ഇതെന്തൊരു പഴഞ്ചനാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും മോഡേൺ ആയ ഒരു ലോകത്ത് ഇങ്ങനത്തെ ഒരു വിധി പറഞ്ഞു വരുമോ, അങ്ങനെ പല പല പരിഹാസങ്ങളും. അത് ഈ പറയുന്ന ആളുകൾ ചിലപ്പോൾ വളരെ സമൂഹത്തിൽ ഉന്നത തലത്തിലിരിക്കണവരായിരിക്കാം, അല്ലെങ്കിൽ അവർ ഭയങ്കര സാമ്പത്തികമായി ഉന്നതിയിലുള്ള ആളുകളായിരിക്കാം. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ തോന്നും, ഓ ഇവരൊക്കെ പറയണത് ശരിയാണല്ല, ഇവരൊക്കെ വെറുതെ അങ്ങനെ പറയുമോ, അങ്ങനെ പല പല ചിന്തകളും നമ്മുടെ മനസ്സിൽ ഇട്ടു തരും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ സംസാരങ്ങൾ, അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറവാക്കുകയോ അല്ലെങ്കിൽ അതിനെ അവിശ്വസിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ സംസാരത്തിൽ ആ ഒരു സദസ്സിൽ നിങ്ങൾ പോയിരിക്കരുത് എന്ന് അള്ളാഹു പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തരാണ്. ചില ആളുകൾ പറയും എല്ലാവരും പറയണ കേൾക്കണം, എന്നിട്ട് അതിൽ നിന്ന് ഏതാണോ സത്യം എന്ന് നോക്കിയിട്ട് നമ്മളെ ചിന്തിച്ച് തെരഞ്ഞെടുക്കണം എന്നൊക്കെ പറയും അല്ലെ. ആ പറയണൊന്നും ശരിയല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ പഠിക്കണം ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ളത്. നമ്മൾ പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെ പഠിക്കണം. അല്ലാണ്ട് വെറുതെ ഒരു പ്രസംഗം കേട്ടിരുന്ന് അല്ലെങ്കിൽ ഒരു ക്ലാസ് കേട്ടിരുന്ന് അത് ശരിയാണല്ലോ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അതാണല്ലോ കൂടുതൽ ശരിയെന്ന് തോന്നി അങ്ങനെ പോകരുത്. നമ്മൾ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം എന്താണെന്ന് മുഴുവനായും പഠിക്കുക, അതിന്റെ പ്രമാണങ്ങൾ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക. ആ വഴിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാണ്ട് വെറുതെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനല്ല അള്ളാഹു പറഞ്ഞത്. അള്ളാഹു നമുക്ക് വ്യക്തമായി വളരെ വ്യക്തമായ വേദഗ്രന്ഥം ഇറക്കി തന്നിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെല്ലാം ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി നമ്മൾ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇതിൽ അള്ളാഹു ആദ്യത്തെ 2 ആയത്തിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് അല്ലെ. ഈ സത്യവിശ്വാസികളെ നിങ്ങൾ നീതി അനുസരിച്ച് നിലകൊള്ളുക. എവിടെയാണോ സത്യം, എവിടെയാണോ നീതി, അതനുസരിച്ച് നിങ്ങൾ നിലകൊള്ളുക. ഇനി ആ നീതി നിങ്ങൾ പ്രഖ്യാപിക്കണോടത്ത് അത് നിങ്ങൾക്കെതിരെ തന്നെയാണ് തിരിഞ്ഞു വരിക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാക്കും, നിങ്ങളുടെ ആഗ്രഹത്തിന് അവിടെ ഒരു തടസ്സം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹു പറഞ്ഞു മാതാപിതാക്കളെയാണ് ഏറ്റവും അധികം ആദരിക്കാമെന്ന്. അള്ളാഹു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അധികം നന്ദി കാണിക്കേണ്ടത് മാതാപിതാക്കൾക്കാണെന്ന് പഠിപ്പിച്ച അള്ളാഹു തന്നെ നമുക്കിവിടെ പറഞ്ഞു. ഇനിയൊരു തെറ്റ് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ ഒരിക്കലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് പറയരുത്. തെറ്റ് അവിടെയാണെങ്കിൽ നമ്മൾ ആ ന്യായം എവിടെയാണോ ആ ന്യായത്തിൽ നിൽക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സഹോദരങ്ങള്, അല്ലെങ്കിൽ ഭാര്യ, മക്കള് അല്ലെ. മക്കൾ എന്നൊക്കെ പറയുമ്പോൾ മക്കൾ തെറ്റ് ചെയ്താൽ ചില മാതാപിതാക്കളുണ്ട്, ഞാൻ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കും, അതാണ് ശരി എന്ന് പറയും. അപ്പൊ അതൊന്നും പാടില്ല. ഇതൊക്കെ തിരിച്ചു വരണത് എവിടേക്ക് തന്നെയാണ്, നമുക്ക് തന്നെ എതിരെയായിട്ടാണ് നമ്മൾ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാന്നാണ് പറഞ്ഞത്. ഇവിടെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷിയാവുക എന്നാണ് പറഞ്ഞത്. ഏതൊരു നീതി പ്രഖ്യാപിക്കണ ഒരു സമയത്തും നിങ്ങൾ സാക്ഷിയാവേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ സാക്ഷി പറയണ ഒരാള് ധനികനാണോ അല്ലെങ്കിൽ ഒരു ദരിദ്രനാണോ ഒന്നും നിങ്ങളെ ബാധിക്കേണ്ട ഒരു വിഷയമല്ല. അയാൾ ധനികനായാലും ദരിദ്രനായാലും ഒക്കെ അള്ളാഹ് ഇവർ രണ്ടുപേരും ഒരുപോലെയാണ്. അള്ളാഹു ആണ് അവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ഒരു വിധി നിങ്ങൾ പ്രഖ്യാപിക്കരുത്. ഇനി നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വിധി വരാൻ വേണ്ടി നിങ്ങൾ കാര്യങ്ങളെ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ ഞാനൊരു സത്യം പറഞ്ഞാൽ അത് എനിക്ക് പുലിവാലാവും ഓർത്തിട്ട് അതിനെ അവഗണിക്കുകയോ ചെയ്യാൻ പാടില്ല. ഒരു നീതി നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ സാക്ഷ്യം പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് സാക്ഷ്യം ചോദിച്ചു വരുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് പോയി സാക്ഷിയായിക്കൊണ്ട് പറയണം എന്നൊക്കെയാണ് അള്ളാഹു പറയണത്. നിങ്ങൾ പ്രവർത്തിക്കണ
ഓരോ കാര്യം അതിസൂക്ഷ്മമായി തന്നെ അള്ളാഹു അറിയുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യണത് നമ്മളൊക്കെ തന്നെ മറന്നു പോവാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലേ. അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന് ആ ഗ്രന്ഥം ഇങ്ങോട്ട് കൈ കിട്ടുമ്പോ നമ്മൾ പറയും, ഓ മാലി ഹാദൽ കിതാബ്, എന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സ്വഗീറത്തൻ വലാ കബീറത്തൻ, ഇതൊരു ചെറിയ കാര്യമോ വലിയ കാര്യമോ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു ഗ്രന്ഥം നമുക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കേണ്ടത് എന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഓരോ സമയത്തും നമ്മൾ അത് ചിന്തിക്കണം. അപ്പൊ അള്ളാഹു പറയാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി ഞാൻ അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞു. പിന്നെയും സത്യവിശ്വാസികളെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, ഹേ സത്യവിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കുവിൻ. അപ്പൊ അങ്ങനെ പറഞ്ഞത് ഈ വിശ്വാസം പൂർണ്ണമായും അടിയുറയ്ക്കാത്ത ആളുകളോടും കപടവിശ്വാസികളെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹു പറയണത്. വിശ്വസിച്ച ആളുകളെ നിങ്ങൾ വിശ്വസിക്കണം. എന്തിലൊക്കെ? അള്ളാഹുവിലും പ്രവാചകനിലും പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തിലും ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലും ഒക്കെ നിങ്ങൾ വിശ്വസിക്കണം. ഇനി ആരെങ്കിലും അവിശ്വസിച്ചാൽ എന്തിലേക്ക് അവിശ്വസിക്കണേ? അള്ളാഹുവിൽ അവിശ്വസിക്കുകയാണ്. മലക്കുകളെ അവർക്ക് വിശ്വാസമില്ല, കിതാബുകൾ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ വിശ്വാസമില്ല, പരലോകത്തിൽ വിശ്വാസമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തില് ഇപ്പൊ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കും, ഇന്നൊരു പ്രവാചകൻ എനിക്ക് അത്ര താല്പര്യമില്ല, അത് എനിക്ക് അത്ര കണ്ട് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസിയാവോ? ഇല്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളായി കഴിഞ്ഞാൽ അവൻ വളരെ വിദൂരമായ ഒരു വഴിയിലേക്കാണ് പോയിട്ടുള്ളത്. അവന് നേരായ മാർഗത്തിലേക്ക് വരാൻ വളരെ ദൂരമുണ്ട്. ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്തത്ര ദൂരത്തിലേക്ക് അവൻ പോയി കഴിഞ്ഞു എന്നാണ് അള്ളാഹു പറയണത്. ഇനി ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാണ് എങ്കിൽ അള്ളാഹു അവനെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരും അല്ലേ. പിന്നെ അള്ളാഹു പറഞ്ഞത് കപടവിശ്വാസികളെ സംബന്ധിച്ചാണ്. കപടവിശ്വാസികൾ എന്ത് ചെയ്യും? തരത്തിനൊത്ത് അങ്ങടും ഇങ്ങടും ഒക്കെ ചാടും. അവർക്ക് എവിടെയാണോ നേട്ടം കിട്ടുന്നത്, ഇപ്പൊ സത്യവിശ്വാസികളുടെ കൂടെ നേട്ടം കിട്ടുമ്പോൾ അവർ ഇങ്ങോട്ട് ചാടും. കുറച്ചു കഴിഞ്ഞ് അവിശ്വാസികളുടെ കൂടെ ചേർന്നാലാണ് നേട്ടം കിട്ടണമെങ്കിൽ അങ്ങോട്ട് ചാടും അല്ലെ. അങ്ങനെ മാറിക്കളിക്കുന്ന ആൾക്കാരെ അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല. അവര് ചെയ്യണ തെറ്റുകൾക്കൊന്നും അള്ളാഹു പുറത്തു തരികയില്ല. അവരെ നേരായ മാർഗത്തിലേക്ക് അള്ളാഹു നയിക്കുകയില്ല. ഇനി അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത അള്ളാഹു അറിയിക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ വേദനയേറിയ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊരു സന്തോഷ വാർത്തയും അള്ളാഹു അറിയിച്ചു തന്നു. പിന്നെ പറഞ്ഞു, സത്യവിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ അവിശ്വാസികളെ മിത്രങ്ങളായി വെക്കരുത്. ഈ സത്യവിശ്വാസികളെയും ദൃഢമായ വിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ നിങ്ങൾ കൂട്ടുകാരാക്കാണ്ട് അവിശ്വാസികളെ പോയി മിത്രങ്ങളാക്കരുത് അല്ലെ. കപട വിശ്വാസികളോടും വിശ്വാസം ശരിക്കും ഉറക്കാത്ത വിശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളോടാണ് അള്ളാഹു പറയണത് അല്ലെ. അപ്പൊ നമുക്ക് തോന്നും ഈ ഒരു ഇഹലോകത്ത് പ്രതാപം മുഴുവൻ ഈ അവിശ്വാസികളുടെ കൂടെയാണ്. അപ്പൊ അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ അവരിവരെ പൊക്കും അല്ലെ. ഓ ഇവരെ പഴഞ്ചൻ മതവിശ്വാസമുള്ള ആളുകളൊന്നും അല്ല, ഇവര് കുറച്ചും കൂടി നല്ല ആൾക്കാരാണ്, പേരിന് മുസ്ലിങ്ങളാണെങ്കിൽ കൂടിയിട്ടും ഇവര് കുറച്ച് നല്ല ആൾക്കാരാന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താ ഇവരെ പ്രതാപം വലുതായി എന്നാണ് ഇവർക്ക് തോന്നണേ. അപ്പൊ നമുക്ക് തോന്നും ഇപ്പൊ പ്രതാപം അവരുടെ അടുത്താണെന്നൊക്കെ തോന്നുമെങ്കിലും അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ അടുത്താണ് പ്രതാപം മുഴുവനായും ഉള്ളത്. പിന്നെ അവസാനമായിട്ട് അള്ളാഹു പറഞ്ഞ ഈ പേജില്, നിങ്ങൾ അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുന്ന ഒരു സദസ്സിലോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ കളിയാക്കുകയാണ്, അവിശ്വസിക്കുകയാണ്, അങ്ങനെ ഒരു സദസ്സിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു സംസാരം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കരുത്, നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോണം. ഇനി അവര് വേറൊരു വർത്തമാനത്തിലേക്ക് എത്തണ വരെ, വേറൊരു വിഷയമാണ് അവര് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരെ കൂടെ പോയിരിക്കാം. അല്ലാണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ആയിരിക്കാം അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ആയത്ത്, ഇപ്പൊ അനന്തരാവകാശ സ്വത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹിജാബിനെ സംബന്ധിച്ചോ ഒക്കെ അങ്ങോട്ട് ഒരു വിഷയം വെറുതെ ആൾക്കാർക്ക് ഒരു പണിയിൽ എടുത്തിടും. അപ്പൊ അതിനെ കൂട്ടുപിടിച്ച് ഏറ്റുപിടിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മൾ ആ ഭാഗത്ത് അതിന് മറുപടി കൊടുക്കാൻ പോവാണ്ടിരിക്കലാണ് ഏറ്റവും നല്ലത്. നമ്മള് പൂർണ്ണമായും അവഗണിക്കുകയല്ല, അവര് തിരുത്താനുള്ളൊരു ശ്രമമൊക്കെ നമുക്ക് നടത്താം അല്ലെ. അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അത് ബലവത്താവണില്ല എന്ന് കണ്ടാൽ പിന്നെ നമ്മൾ ആ ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കാണ്ടിരിക്കലാണ് ഉത്തമം. അതാണ് അള്ളാഹു നമുക്ക് ഇവിടെ പഠിപ്പിച്ചത്. നമ്മൾ അതിന്റെ കൂടെ അത് കേട്ട് രസിച്ച് അത് വായിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളും അവരെ പോലെ ആയി തീരും എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.